ഓർമ്മ വെച്ച നാള് തൊട്ട് ചിത്രത്തിന്റെ താളുകളിൽ ഒരു പച്ചക്കുബ്ബയും അതിന്റെ അടുക്കൽ ഒരു മിനാരവും കാണുമ്പോൾ ഇതിന്റെ ചാരത്താണ് എൻ്റെ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത്യവിശ്രമം കൊള്ളുന്നത് എന്നും ആ ഖബറിന്റെ അരികെ ഒന്ന് പോയി നിന്ന് ഒരു സലാം അവിടത്തേക്ക് നീട്ടിപ്പറയണമെന്നത് നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ അടങ്ങാത്ത വലിയൊരു അഭിലാഷമായി നമ്മൾ കൊണ്ടു നടന്നതാണ്. അള്ളാഹു അനുഗ്രഹിച്ച് നമ്മൾ മദീനയിൽ എത്തിച്ചേരുമ്പോഴാണ് ആ ഖബറിന്റെ അരികെ ഒന്ന് പോയി നിൽക്കാനും ഒരു സലാം അവിടത്തേക്ക് അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് പറയാനുള്ള അസുലഭമായ ഒരു സന്ദർഭം മദീനയിൽ എത്തുമ്പോഴാണ് നമുക്ക് ലഭിക്കുന്നത് എന്നതാണ് മദീനയുടെ 7ാമത്തെ സവിശേഷത എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ആ ഖബർ കാണുമ്പോൾ നമുക്ക് അതല്ലാത്ത കുറേ കാര്യങ്ങളും നമ്മുടെ മനസ്സിലേക്ക് ഓടി വരേണ്ടതുണ്ട്. നമുക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഖബർ അടക്കിയിട്ടുള്ളത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത്യവിശ്രമം കൊള്ളുന്നത് ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലാണ്. മദീന പള്ളിയുടെ തൊട്ടടുത്ത് തന്നെ, മദീന കെട്ടിടത്തോട് ചേർന്ന് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെയും ഉമർ റളിയല്ലാഹു അൻഹുവിന്റെയും ഖബറുകളുള്ളത്. അഥവാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിലാണ്, ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഖബറടക്കിയിട്ടുള്ളത്. അതിന്റെ തൊട്ടടുത്തായിരുന്നു ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളായ വിശ്വാസികളുടെ മാതാക്കളായ മറ്റെല്ലാ നബിഭക്തിമാരുടെയും വീടുകൾ എന്ന് നമുക്കതിനെ വിളിക്കാൻ കഴിയില്ല. ഖുർആൻ തന്നെ പറയുന്നത് ഹുജുറാത്ത് എന്നാണ്. ചെറിയ ചെറിയ കുടിലുകളായിരുന്നു പ്രവാചകന്റെ ഭാര്യമാരുടെ, നബിയുടെ വീടുകൾ കുടിലുകളായിരുന്നു. എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഒരാൾ ആ വീട്ടിന്റെ അകത്തേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ ഈത്തപ്പന ഓല തലക്ക് തട്ടുമായിരുന്നു എന്നാണ് ചരിത്രം നമ്മൾ പഠിപ്പിക്കുന്നത്. നല്ല അടച്ചുറപ്പുള്ള ഒരു വാതിൽ പോലും നബിയുടെ വീടുകൾക്കുണ്ടായിരുന്നില്ല. ചണം കൊണ്ടുള്ള, അതുപോലെ ചാക്ക് കൊണ്ടുള്ള ആ ചാക്ക് തൂക്കിയിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീടിന്റെ വാതിലുകൾ ഉണ്ടായിരുന്നത് എന്ന് ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത്. അത്രയും ലളിതമായ വീടുകളിലാണ് ലോകാനുഗ്രഹിയായ, ലോകത്തെ നയിച്ച ആ വിശുദ്ധനായ പ്രവാചകൻ ജീവിച്ചിരുന്നത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഖബറിന്റെ അരികെ നിൽക്കുമ്പോൾ നബിയുടെ വീടിന്റെ അടുത്തു കൂടിയാണുള്ളത് ഞാൻ എന്ന ബോധത്തോടു കൂടിയാണ് നമുക്ക് അവിടെ നിൽക്കാൻ കഴിയുന്നത്. അതുപോലെ തന്നെ വീടിനെ സംബന്ധിച്ച് ആലോചിക്കുമ്പോൾ നിരവധി ദിവസങ്ങൾ ഒരു നേരത്തെ ഭക്ഷണം പാകം ചെയ്യാനില്ലാത്തതിന്റെ പേരിൽ അടുപ്പിൽ നിന്ന് പുകയേറാതെ പട്ടിണി കിടന്നുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും കുടുംബവും ജീവിച്ചിരുന്നത്. നമ്മളോ സുഖത്തിന്റെയും സൗകര്യത്തിന്റെയും ഭക്ഷണത്തിന്റെയും മറ്റെല്ലാവിധ ഭൗതികമായ സൗകര്യങ്ങളും ഉണ്ട് നമുക്ക്. അപ്പോൾ ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ Find your perfect stay on the booking.com app. A hotel in the city or a beachfront stay. ആ ലളിതമായ ജീവിതത്തെ നമ്മൾ അവിടെ വെച്ച് ഓർക്കുകയും അതാണ് യഥാർത്ഥ ജീവിതം എന്ന് മനസ്സിലാക്കുകയുമാണ് ചെയ്യേണ്ടത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പരുക്കൻ ഈത്തപ്പന ഓലയിലായിരുന്നു കിടന്നിറങ്ങിയത് എന്നത് എല്ലാവർക്കും അറിയാവുന്ന സത്യമാണ്. അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മറ്റ് വിലപിടിപ്പുള്ള വിരിപ്പുകളും പുതപ്പുകളും കിട്ടാത്തത് കൊണ്ടല്ല. പല സഹാബികളും നിങ്ങൾക്ക് ഞങ്ങൾ മുന്തിയ വസ്ത്രങ്ങൾ തരാം, മുന്തിയ വിരിപ്പുകൾ തരാം, ആദരവായ റസൂലെ താങ്കൾ അതിൽ കിടക്കുമോ എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു വാക്കുണ്ട്. അത് എന്റെയും നിങ്ങളുടെയും അഥവാ ഭൗതിക സൗകര്യങ്ങളിൽ ആറാടി ജീവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മളുടെ നെഞ്ചകത്തേക്ക് വെച്ച ഒരു വെടിയായിട്ട് നമ്മൾ മനസ്സിലാക്കണം. മാലി വലി ദുനിയ ഖറാഖിബി ഇസ്തളല്ല തഹത ഷജറത്തിൻ സുമ്മ റാഹ ബിഹ. ഞാനും ഈ ദുനിയാവും തമ്മിൽ എന്ത് ബന്ധം? വല്ല ഉദാഹരണം പറയാൻ പറ്റുമെങ്കിൽ ഒരു യാത്രക്കാരനെ പോലെയാണ് എൻ്റെ ഇവിടുത്തെ ജീവിതം, ഒരു വഴിയാത്രക്കാരനെ പോലെ. നമ്മൾ ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് യാത്ര പോകാൻ വേണ്ടി ഒരു ബസ് സ്റ്റോപ്പിൽ കയറി നിൽക്കുന്നത് പോലെ ഒരു അല്പനേരം ഞാൻ ജീവിക്കുന്ന ഒരു സ്ഥലം മാത്രമാണ് എനിക്ക് ദുനിയാവ്. ഇവിടം വിട്ട് ഞാൻ വേറൊരു ലക്ഷ്യസ്ഥാനത്തേക്കാണ് എൻ്റെ പ്രയാണം, അതെന്റെ പരലോകമാണ്. അതുകൊണ്ട് എനിക്ക് എല്ലാ സുഖ സൗകര്യങ്ങളും അവിടെ മതി, ഇവിടെ എനിക്ക് ഇങ്ങനെയുള്ള ലളിതമായ ജീവിതം മതി എന്ന് പറഞ്ഞുകൊണ്ട് ഈ തപ്പന ഓലയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ ജീവിതത്തിൽ അള്ളാഹു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ലളിതമായി ജീവിച്ച ആ ഭവനത്തിന്റെ വീടുകളുടെ മുമ്പിലാണ് നമ്മൾ പോയി നിൽക്കുന്നത് എന്നൊരു ബോധത്തോടു കൂടി വേണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സലാം പറയാൻ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് സലാം പറയാൻ, ഉമർ റളിയല്ലാഹു അൻഹുവിന് സലാം പറയാനും, അതുപോലെ തന്നെ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനും പ്രഗൽഭരായ സഹാബികളുടെ ഖബറുകളുള്ള ബഖീഖിൽ സലാം പറയാനും നമുക്ക് അവസരം കിട്ടുന്നു എന്നതാണ് മദീനയുടെ 7ാമത്തെ സവിശേഷത എന്ന് പറയുന്നത്. ഇങ്ങനെ നിരവധി ചരിത്രപരമായ പ്രത്യേകതകളും പ്രാധാന്യവുമുള്ള ഒരു മണ്ണിൽ നമ്മൾ വന്നു ചേരുന്നു എന്നതാണ് മദീനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്നാണ് ആമുഖമായി ഞാൻ സൂചിപ്പിച്ചു വരുന്നത്. മദീനയുടെ ആദ്യത്തെ പേര് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ യസ്രിബ് എന്നാണ്. നൂഹ് നബി അലൈഹി സ്വലാമയുടെ കാലഘട്ടത്തിൽ ജീവിച്ച ഒരു പൂർവ്വ പിതാവിന്റെ പേരാണ് യസ്രിബ് എന്നാണ് ചരിത്രം പറയുന്നത്. നൂഹ് നബി അലൈഹി സ്വലാമയോടൊപ്പം പ്രളയകാലത്ത് ആ കപ്പലിൽ കയറിയ ഒരു മുസ്ലിമായ വ്യക്തിത്വമായിരുന്നു യസ്രിബ്. ആ കപ്പൽ ജൂതി പർവ്വതത്തിൽ നങ്കൂരമിട്ടപ്പോൾ അതിൽ നിന്ന് ഇറങ്ങി വിശ്വാസികളായ ആളുകൾ പല
സ്റ്റേറ്റ്മെന്റിന്റെ കാര്യം നീ പറഞ്ഞോ? എയറോബിൾ എടുത്ത് കോറിന് നോക്കത് ഡബിൾ പിക്കപ്പ് ആണോ അതോ റോങ് സ്കാൻ ആണോ? കോറിന് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഈ ക്രെഡിനോട് കൊടുക്കുന്നതൊക്കെ നമ്മൾ സിസ്റ്റത്തിൽ റേറ്റും കൂടെ അപ്ഡേറ്റ് ചെയ്ത് പോകണമില്ല. പിന്നെ ആർട്ടിഫിഷ്യലിന്റെ പേയ്മെന്റ് ചെയ്തോ? സംസ പോകുന്നു മോനെ, സംസാരം ട്രക്ക് പോകുന്നു. എനിക്ക് 200 കിലോമീറ്റർ ഉള്ളതാ മദീന. പ്രസംഗം കേൾക്കല്ലേ? പല പ്രദേശങ്ങളിലേക്കും പരന്ന് ജീവിക്കാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹം അവിടെ നിന്ന് യാത്ര ചെയ്ത് അറേബ്യൻ ഉപദ്വീപിന്റെ ഈ മേഖലയിൽ വന്ന് താമസിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ പേരിലേക്ക് ചേർത്തുകൊണ്ട് പിന്നീട് ആ നാട് അറിയപ്പെട്ടു. അങ്ങനെയാണ് യസ്രിബ് എന്ന പേരുണ്ടായത്. പിന്നീട് അവിടെ താമസിച്ചിട്ടുള്ളത് ജൂതന്മാരും ക്രൈസ്തവരുമായ ആളുകളാണ്. ജൂതന്മാരുടെ കൂട്ടത്തിൽ തന്നെ ബനു കൈനൂഖ, ബനു ഖുറൈള തുടങ്ങിയിട്ടുള്ള പ്രമുഖമായ ജൂതഗോത്രങ്ങൾ അവർ മദീനയുടെ അവകാശികളായിരുന്നു. ഒരു കൂട്ടർ കച്ചവടവും കൃഷിയും ഒക്കെ നടത്തിയാണ് ജീവിച്ചതെങ്കിൽ മറ്റൊരു ജൂതഗോത്രം അവിടെ താമസിച്ചിരുന്നത് ആയുധ കച്ചവടങ്ങളിൽ. പരസ്പരം പോരടിച്ചുകൊണ്ടിരിക്കുന്ന അറബികൾക്ക് ആയുധ കച്ചവടങ്ങളുടെ വിതരണമായിരുന്നു അന്നത്തെ കാലഘട്ടത്തിലെ ജൂതന്മാരുടെ സാമ്പത്തികമായ സ്രോതസ്. ഇന്നും ജൂതന്മാരുടെ മുഖ്യ സാമ്പത്തിക വരുമാനം ആയുധ കച്ചവടമാണ് എന്നത് ചരിത്രത്തിന്റെ ഒരു തുടർച്ചയാണ് എന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. പിന്നീട് അറബികൾ എപ്പോഴാണ് മദീനയിലെത്തുന്നത്? നമുക്കറിയാം, യമനിലെ സദ് മഅറബ് അഥവാ മഅറബ് അണക്കെട്ട് എന്ന് പറയുന്ന ഒരു അണക്കെട്ട് പൊട്ടി യമനിലാകെ ഒന്നാകെ വെള്ളപ്പൊക്കമായപ്പോൾ അവിടെ നിന്നുള്ള പല അറബ് ഗോത്രങ്ങളും പലായനം ചെയ്തുകൊണ്ട് അറേബ്യൻ ഉപദ്വീപിന്റെ പല മേഖലകളിലും ചിതറി താമസിക്കുകയുണ്ടായി. അങ്ങനെ യമനിൽ നിന്ന് വന്ന് താമസിച്ച, മദീനയിൽ വന്ന് താമസിച്ച 2 ഗോത്രങ്ങളാണ് ഔസ്, ഖസ്റജ് എന്ന് പറയുന്ന ഗോത്രങ്ങൾ. ഇവർ ഇസ്ലാമിന് എല്ലാവിധ സഹായങ്ങളും സഹകരണങ്ങളും നൽകിയത് കൊണ്ടാണ് ചരിത്രം പിന്നീട് അവരെ അൻസാറുകൾ എന്ന് വിളിച്ചിട്ടുള്ളത്. അപ്പോൾ ആദ്യം യസ്രിബും പിന്നീട് ജൂതന്മാരും പിന്നീട് അതിനുശേഷം അറബികളുമാണ് മദീനയുടെ അവകാശികളായി മാറുന്നത്. എപ്പോഴാണ് മദീനയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എത്തുന്നത്? നമുക്കെല്ലാവർക്കും മദീനയിലേക്ക് യാത്ര ചെയ്യുന്ന ആളുകൾ, പ്രത്യേകിച്ചും മക്കയിൽ നിന്ന് മദീനയിലേക്ക് ബസ് മാർഗം യാത്ര ചെയ്യുന്ന ആളുകൾ, തിരിച്ച് ഇനി മദീന വിമാനത്താവളത്തിൽ ഇറങ്ങി മദീനയിലെ കർമ്മങ്ങൾ പൂർത്തിയാക്കി മക്കയിലേക്ക് യാത്ര ചെയ്യുന്ന ആളുകൾ, ഇവരെല്ലാവരും തന്നെ നീണ്ട മരുഭൂമിയിലൂടെയാണ് ബസ് മാർഗം ഇപ്പോഴും യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ യാത്രയിലൊക്കെ നമ്മൾ ഓർക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മക്കയിൽ നിന്ന് മദീനയിലേക്കുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റയാണ്. അങ്ങനെ ആ ഹിജ്റയുടെ വിശദാംശങ്ങളിലേക്ക് ഇവിടെ പ്രവേശിക്കുന്നില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ ചെയ്ത് മദീനയിലെത്തുമ്പോൾ ആദ്യമായി ഖുബ എന്ന് പറയുന്ന സ്ഥലത്താണ് പ്രവേശിക്കുന്നത്. ഖുബ എന്ന് പറയുന്ന സ്ഥലത്ത് ബനു അംർ ബിൻ ഔഫ് എന്ന ഗോത്രക്കാരുടെ അടുക്കൽ, അതിൽ തന്നെ കുൽസും ബിൻ ഹിദം റളിയല്ലാഹു അൻഹു എന്ന സഹാബിയുടെ വീട്ടിൽ ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒട്ടകം ഹിജ്റയിൽ വന്ന് മുട്ടുകുത്തുന്നത് ഖുബായിലല്ല. ആളുകൾക്ക് അങ്ങനെ ഒരു ധാരണയുണ്ട്. പ്രവാചകന്റെ ഹിജ്റ ഖുബായിൽ അവസാനിക്കുന്നില്ല. മദീനയിൽ എത്തിയപ്പോൾ ആദ്യമായി ഇറങ്ങി താമസിച്ച സ്ഥലമാണ് ഖുബ എന്ന് പറയുന്നത്. അവിടെ 14 ദിവസം പ്രവാചകൻ താമസിച്ചു എന്നാണ് ചരിത്രം പറയുന്നത്. ആ പ്രദേശത്തെത്തി മദീനയെ സംബന്ധിച്ച് മൊത്തത്തിൽ ഒന്ന് മനസ്സിലാക്കിയതിനു ശേഷം അതിന്റെ മധ്യഭാഗത്തേക്ക് വീണ്ടും ഹിജ്റ നടത്തുവാനായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തീരുമാനം. അങ്ങനെ ആദ്യം ഖുബായിൽ ഇറങ്ങുകയും അവിടെ ഒരു പള്ളിയുടെ നിർമ്മാണവുമാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പൂർത്തിയാക്കുന്നത്. അതാണ് മസ്ജിദ് ഖുബ. വിശുദ്ധ ഖുർആൻ സൂറത്തു തൗബയിലെ 108-ാമത്തെ ആയത്തിൽ ഈ പള്ളിയെയാണ് പരാമർശിക്കുന്നത് എന്ന് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ലമസ്ജിദുൻ ഉസ്സിസ അല തഖ്വ മിൻ അവ്വലി യൗമിൻ അഹഖു അൻ തഖൂമ ഫീഹി റിജാലു യുഹിബ്ബൂന അൻ യതതഹറു വല്ലാഹു യുഹിബ്ബുൽ മുത്തഹിരീൻ എന്നും വിശുദ്ധ ഖുർആൻ സൂറത്തു തൗബയിൽ പറയുന്നത് ഈ മസ്ജിദ് ഖുബയെ സംബന്ധിച്ച്. അഥവാ ഖുർആൻ പരാമർശിക്കുന്ന പള്ളിയാണ് മസ്ജിദ് ഖുബ എന്ന് പറയുന്നത്. അത് പരാമർശിക്കാൻ കാരണം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ മദീനയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നേരിട്ടിരുന്ന ശത്രുക്കളുടെ കൂട്ടത്തിൽ മുനാഫിക്കുകൾ എന്ന് പറയുന്ന കപടന്മാരായ അവസരവാദികളായ ആളുകളുടെ തന്ത്രങ്ങൾ പല രൂപത്തിലുണ്ടായിരുന്നു. അവർ ഇസ്ലാമിനെ പരാജയപ്പെടുത്താൻ നേരിട്ട് മുമ്പിൽ വരാതെ